إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ ഖൽബ് അഥവാ ഹൃദയം. ഖൽബ് എന്നത് തഖല്ലുബിനെയാണ് അറിയിക്കുന്നത് വന്നിട്ടുള്ളത്. എപ്പോഴും മാറിമറിയുന്ന സ്വഭാവമുള്ള ഒരു അവയവം. അങ്ങനെയാണ് ആ അവയവത്തിന് ആ പേര് വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, അലാ വ ഇന്ന ഫിൽ ജസദി മുളഗ, ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. ആ മാംസകഷ്ണം നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു. അത് ഹൃദയമാണ്. അപ്പൊ ഖൽബ് നന്നായാൽ ആ മനുഷ്യൻ മൊത്തം നന്നായി, അതല്ല അത് ദുഷിച്ചാൽ അവൻ മൊത്തം ദുഷിച്ചു. ഈ ഖൽബിനെ ദുഷിപ്പിക്കുന്ന ഷഹ്വത്ത്, ഇച്ഛ, കിബ്ർ, ഹസദ്, ഉജ്ബ്, ഗില്ല്, ഹിഖ്ദ്, പക, വിദ്വേഷം, അഹങ്കാരം, അസൂയ, ഞാൻ തന്നെ പോന്നവനെന്ന ചിന്ത, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ. അവയിൽ നിന്ന് നമ്മുടെ ഖൽബിനെ നമ്മൾ സുരക്ഷിതമാക്കേണ്ടതുണ്ട്. ഖൽബുൻ സലീം ആണ് നമുക്കുണ്ടാവേണ്ടത്. ഒരാൾക്ക് ഖൽബുൻ സലീം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ പൂർണ്ണനാണ് എന്നതാണ് അർത്ഥമാക്കുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞത്, ഇജ്ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം, ഖൽബുൻ സലീമുമായി അദ്ദേഹം തന്റെ റബ്ബിങ്കൽ വന്ന സന്ദർഭം. ഇബ്രാഹിം കാണാം, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. മക്കളും സമ്പത്തും ഫലപ്പെടാത്ത ഒരു ദിവസം. അന്ന് ഖൽബും സലീമുമായി ആര് വന്നോ അവന് മാത്രമാണ് രക്ഷയുള്ളത് എന്നതാണ്. അപ്പൊ എന്താണ് ഖൽബുൻ സലീം? വസാഹിബുൽ ഖൽബി സലീം ഹുവ ദാക്കല്ലദീ സല്ലമ ഖൽബഹു വസദറുഹു മിനശ്ശിർക്ക് വന്നിഫാഖ് വമിനൽ ഹിഖ്ദി വൽ ഹസദി വസയ്യിഇൽ ആഫാതി വൽ കിബ്രി വൽ ഉലൂബി അലൽ ഖൽഖ്. ഖൽബുൻ സലീമിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ ശിർക്കിൽ നിന്ന്, നിഫാഖിൽ നിന്ന്, വൈരാഗ്യത്തിൽ നിന്ന്, അസൂയ, കുഴപ്പങ്ങൾ, മറ്റുള്ളവരുടെ മേലുള്ള പൊങ്ങച്ചം, ഇതിൽ നിന്നെല്ലാം ആരാണോ തന്റെ ഹൃദയത്തെ സുരക്ഷിതമാക്കിയതെങ്കിൽ അവനാണ് നാളെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്.
നമ്മളൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൽബിൽ നുക്തത്തുൻ സൗദ, ഒരു കറുത്ത പുള്ളി വീഴും. വീണ്ടും വീണ്ടും പാപങ്ങൾ ചെയ്യുമ്പോ ആ കറുത്ത പുള്ളി കട്ടിക്കൂടി വന്ന് റൈൻ, അതൊരു റൈനായി മാറും, അഥവാ ഒരു കറയായി മാറും. ആ കറയെ സംബന്ധിച്ചാണ് സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹ് പഠിപ്പിച്ചത്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവരുടെ പ്രവർത്തികൾ നിമിത്തം അവരുടെ കൽബിൽ കറ വീണിട്ടുണ്ട്. ആ കറ വീണിട്ടുണ്ടെങ്കിൽ ആ കറയെ മായ്ച്ചു കളയാൻ നമുക്ക് കഴിയണം. തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ ആ കറയെ മായ്ച്ചു കളഞ്ഞ് കൽബും സലീമുമായി നാളെ റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം. സലഫുകളിൽ ഏറ്റവും ഉത്തമരാരാണ്? ഇയാസ് ഇബ്നു മുആവിയ പറവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ അവരേറ്റവും ശ്രേഷ്ഠരായി പരിഗണിച്ചിരുന്നത് ശുദ്ധ ഹൃദയത്തിന്റെ ഉടമകൾ, അഥവാ ഖൽബുൻ സലീം, ഗീബത്ത് പറയൽ കുറഞ്ഞവരെയായിരുന്നു എന്നതാണ്. കാന അഫ്ളലുഹും ഇൻദഹും യഅനി അൽ മാലീന അസ്ലമഹും സ്വദ്റൻ വ അഖല്ലുഹും ഗീബതൻ. ശുദ്ധ ഹൃദയത്തിന്റെ ഉടമകൾ, അതുപോലെ ഗീബത്ത് പറയുന്നതിൽ നിന്ന് ഗീബത്ത് പറയാത്ത ആളുകൾ, അതുപോലെ തന്നെ ശുദ്ധമായ ഹൃദയത്തിനുടമകൾ, ഇവരാണ് അഫ്ളലുഹും ഇൻദഹും, അവരുടെ അടുക്കൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള ആളുകളായി പരിഗണിച്ചിരുന്നത്. അവരുടെ കർമ്മത്തിന്റെ മഹത്വം എന്നത് സുഫിയാൻ ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് പറയുന്നു, ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞു, മുൻഗാമികളുടെ കൂട്ടത്തിൽ മുൻഗാമികളുടെ കർമ്മങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞപ്പോ അവർ പറഞ്ഞത്, അവരുടെ പ്രത്യേകത കാനു യഅമലൂന യസീറൻ വയുഅ്ജറൂന കസീറൻ, കുറഞ്ഞ അമലുകൾ ചെയ്യുകയും കൂടുതൽ പ്രതിഫലം നേടിയെടുക്കുകയും ചെയ്യുമായിരുന്നു. അതെങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത് എന്ന ചോദ്യത്തിന് അവർ ശുദ്ധ ഹൃദയത്തിന്റെ ഉടമകളായിരുന്നു എന്നതാണ്. നമ്മുടെ ഹൃദയത്തിന്റെ പരിശുദ്ധിയെ കെടുത്തിക്കളയുന്നത് പിശാചാണ്. ഇന്ന ശൈത്താന യൻസഗു ബൈനഹും, പിശാചാണ് അവർക്കിടയിൽ കുഴപ്പം ഇളക്കിവിടുന്നത്. കാനലിൽ ഇൻസാനി ഇന്ന ശൈത്താന കാനലിൽ ഇൻസാനി അദുവ മുബീന, കാരണം മനുഷ്യരുടെ പ്രത്യക്ഷ ശത്രു പിശാചാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ നമ്മെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, അയ്യുന്നാസി അഫ്ളൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ അല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി നൽകിയത് മഹ്മൂമുൽ ഖൽബി വസദൂഖുൽ ലിസാൻ. മഹ്മൂമുൽ ഖൽബിന്റെ ആളുകളും സദൂഖുൽ ലിസാൻ. അവർ പറഞ്ഞു, സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി, സത്യം സംസാരത്തിൽ സത്യസന്ധത പുലർത്തുന്ന ആളുകളാണ് എന്ന്. എന്നാൽ വമാ മഹ്മൂമുൽ ഖൽബ്, എന്താണ് മഹ്മൂമുൽ ഖൽബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് വിശദീകരണം നൽകിയത് ഹുവ തഖിയ്യുൻ നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ഗില്ല വലാ ഹസദ്. അവര് ധാർമ്മിക വിശുദ്ധി പുലർത്തുന്നവരാണ്, സംശുദ്ധ ജീവിതം നയിക്കുന്നവരാണ്. ലാ ഇസ്മ ഫീഹി, പാപം ചെയ്യാത്തവരാണവർ. അതുപോലെ തന്നെ അക്രമം ചെയ്യാത്തവരും വഞ്ചിക്കാത്തവരും അസൂയ വെച്ച് പുലർത്താത്തവരുമാണ് എന്ന്. എന്താണ് മഹ്മൂമുൽ ഖൽബ് എന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഹൃദയത്തെ അത്തരം പാപങ്ങളിൽ നിന്ന് സംശുദ്ധമാക്കുക എന്നതാണ്. എല്ലാ ആഴ്ചകളിലും 2 ദിവസം നമ്മുടെ അമലുകൾ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. അന്ന് ഫയഗ്ഫറു ലികുല്ലി അബ്ദിൻ മുഅ്മിനിൻ, മുഅ്മിനായ എല്ലാ അടിമകൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കും. ഇല്ലാ അബ്ദൻ, ഒരു അടിമക്കൊഴികെ. എന്താണ് അവന്റെ പ്രശ്നം? ബൈനഹു വബൈന അഖീഹി ഷഹന, അവന്റെയും അവന്റെ സഹോദരന്റെയും ഇടയിൽ ഷഹന ഉണ്ട്, അഥവാ പക വെച്ചുകൊണ്ടാണ് അവൻ നടക്കുന്നത്. ഖൽബുൻ സലീം എന്ന അവസ്ഥയിലേക്ക് അവന്റെ ഹൃദയം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വിഷയത്തിൽ പറയപ്പെടുന്നത് ഉത്റുകൂ ഹാദൈനി ഹത്താ യഫീഅ, അവരെ വിട്ടേക്കൂ, അവരെപ്പോഴാണ് നന്നാവുക എന്ന് നോക്കുക. അവർ നന്നായതിന് വിഷയം പൊറുക്കപ്പെടുകയുള്ളൂ എന്നതാണ്. അതുകൊണ്ട് ഗൗരവമേറിയ വിഷയമാണിത്. നമ്മെ സംബന്ധിച്ചിടത്തോളം
നമ്മുടെ സ്വർഗപ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളാണ് ഇത്തരം വിദ്വേഷവും അസൂയയുമൊക്കെ. അവ്വലു സുംറ തലിജുൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കുന്ന ആദ്യ സംഘം സൂറതഹും അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദർ, 14 രാവിലെ ചന്ദ്രനെ പോലെയായിരിക്കും അവരുടെ രൂപം. ലാ ഇഖ്തിലാഫ ബൈനഹും വലാ തബാഗുൽ, അവർക്കിടയിൽ ഒരു വിഭാഗീയതയില്ല, അവർക്കിടയിൽ ഒരു പകയില്ല. ഖുലൂബുഹും ഖൽബും വാഹിദ്, അവരുടെ ഹൃദയം ഒറ്റ ഹൃദയമാണ്. യുസബ്ബിഹൂന അല്ലാഹ ബുക്റതൻ വഅശിയ, പ്രഭാത പ്രദോഷങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആലയെ അവർ തസ്ബീഹ് നടത്തുകയാണ്. ആദ്യ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സംഘത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് പറഞ്ഞത്. ലാ ഇഖ്തിലാഫ ബൈനഹും വലാ തബാഗുൽ, മനസ്സിൽ പകയില്ല, വിദ്വേഷമില്ല, അവർക്കിടയിൽ വിഭാഗീയതയില്ല. ഖുലൂബുഹും ഖൽബും വാഹിദ്, വ്യത്യസ്ത ഹൃദയങ്ങളാണെങ്കിലും ഒറ്റ ഹൃദയം പോലെയാണ് എന്നതാണ്. നോക്കൂ നിങ്ങൾ, അതാണ് സ്വർഗപ്രവേശനത്തിനുള്ള യോഗ്യതയായിട്ട് ധാരാളം ഹദീസുകളിൽ പഠിപ്പിക്കപ്പെടുന്നത്. ഒരിക്കൽ പ്രവാചകനും സഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം സഹാബത്ത് പറയുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ ജുലൂസൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളോട് പറയുകയാണ്, യത്ലുഉ അലൈക്കും അൽ ആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഇതാ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാൾ, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാൾ ഇപ്പോ ഇങ്ങോട്ട് കടന്നു വരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ആ സമയം ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുനാവ് കൊണ്ട് ഇതാ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാൾ ഇതാ ഇപ്പൊ കടന്നു വരുമെന്ന് പറയുമ്പോ എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയായിരിക്കും ഒരാൾ കടന്നു വരുന്നു. ആ സമയത്ത് വുളൂഎടുത്ത് താടി നനഞ്ഞ ഇടതു കൈയിൽ ചെരുപ്പ് പിടിച്ചുകൊണ്ട് അൻസാരികളിൽപ്പെട്ട ഒരാൾ അവിടെ കടന്നു വരികയാണ്. പിറ്റേ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ പറയുകയാണ്, ഇതാ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാൾ ഇപ്പൊ കടന്നു വരും എന്ന് പറഞ്ഞപ്പോഴും പിറ്റേ ദിവസവും അദ്ദേഹം തന്നെയാണ് കടന്നു വരുന്നത്. മൂന്നാമത്തെ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ആവർത്തിക്കുകയാണ്. അങ്ങനെ ആവർത്തിച്ചപ്പോ അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്നറിയാൻ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് അദ്ദേഹത്തെ പിന്തുടർന്നു. എന്താണ് ഞങ്ങളെക്കാൾ ഇദ്ദേഹത്തിനുള്ള ഒരു പ്രത്യേകത? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനും പിതാവുമായി ചെറിയൊരു വാക്ക് തർക്കമുണ്ടായിട്ടുണ്ട്. ഇനി 3 ദിവസം കഴിഞ്ഞിട്ടേ പോകൂ എന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു എന്ന് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് ഇദ്ദേഹത്തിന്റെ പിന്നാലെ കൂടാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് അത്രയും സമയം താങ്കളുടെ കൂടെ ഞാൻ കഴിയട്ടെ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അത് ശരി എന്ന് പറഞ്ഞു. പിന്നീടുള്ള സംഭവം അനസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത്, ആ മനുഷ്യനോടൊപ്പം 3 രാത്രി ഞാൻ കഴിഞ്ഞുകൂടിയെങ്കിലും രാത്രിയൊന്നും അദ്ദേഹം നിന്ന് നമസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഉറക്കത്തിൽ വിരിപ്പിൽ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോഴൊക്കെ അള്ളാഹുവിനെ അദ്ദേഹം സ്തുതിക്കുന്നുണ്ട്, അള്ളാഹുവിനെ സ്മരിക്കുന്നുണ്ട്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രഭാതമാകുന്ന സന്ദർഭത്തിൽ സുബ്ഹ് നമസ്കാരത്തിനായി അദ്ദേഹം എഴുന്നേൽക്കുന്നു. നല്ലത് മാത്രം പറയുന്ന ഒരാളായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ തോന്നിയത്. 3 ദിവസം കഴിഞ്ഞപ്പോഴും ഇദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ ഇദ്ദേഹം വളരെ നിസ്സാരമാണല്ലോ ഇദ്ദേഹം ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നി എന്നതാണ്. എന്നിട്ട് എനിക്കും എന്റെ പിതാവിന്റെ ഇടയിലും പ്രശ്നങ്ങളൊന്നുമില്ല ഇദ്ദേഹം പറയാണ്. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് പറയാണ്, എന്റെയും 3 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്റെയും പിതാവിന്റെയും ഇടയിൽ ഒരു പ്രശ്നവുമില്ല, ഒരു പിണക്കവുമില്ല. മറിച്ച് താങ്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗാവകാശികളിൽ ഒരാൾ എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടപ്പോ താങ്കളുടെ കർമ്മങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി അവ പിന്തുടരുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം വന്നത്. എന്നാൽ താങ്കൾ കൂടുതലായി സൽക്കർമ്മങ്ങൾ ചെയ്തതായി ഞാൻ കണ്ടിട്ടില്ല. താങ്കളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയാനുള്ള കാരണമെന്ത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, താങ്കൾ എന്നിൽ കണ്ട കാര്യങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷെ ഒരു വിഷയമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, മാ ഹുവ ഇല്ലാ മാ റഅയ്ത
غير أني لا أجد في نفسي لأحد من المسلمين غشا ولا أحسد الله إياه. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരാളെയും വഞ്ചിക്കുകയോ അല്ലാഹു സുബ്ഹാനഹു തആല ആർക്കെങ്കിലും വല്ലതും നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അയാളോട് അസൂയ കാണിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് കേട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇതാണോ താങ്കളെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചതെങ്കിൽ ഹാദിഹില്ലത്തി ബലഗത് ബിക വഹിയല്ലത്തി ലാ നുതീഖ്. അത് പ്രയാസം തന്നെയാണ്, അത് പ്രയാസകരമാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും അധികമായി കർമ്മങ്ങൾ ചെയ്തു എന്നതല്ല, മറിച്ച് ഹൃദയത്തെ ഖൽബും സലീമായി സുരക്ഷിതമായ ഹൃദയമായി കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ്. ഇപ്പൊ കൂടുതൽ ചെയ്യുക എന്നതിലപ്പുറം ശുദ്ധമായ ഹൃദയത്തിന് ഉടമകളായി കഴിഞ്ഞാൽ അത് മതി നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ എന്നത് ഇദ്ദേഹത്തിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കാം. വിശ്വാസമോ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദുആ ചെയ്യുകയാണ് വേണ്ടത്. അൻസാറുകളും മുഹാജിറുകളും തമ്മിലുള്ള ആ ബന്ധം, ആ സാഹോദര്യ ബന്ധം നമുക്കതിൽ ഏറ്റവും വലിയ മാതൃകയാണ്. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുഅ്സിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും എല്ലാം ആ അൻസാറുകൾ മുഹാജിറുകൾക്ക് വേണ്ടി പങ്കുവെച്ചു. അവരുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുകയാണ്. ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. റബ്ബേ, മുഅ്മിനുകളോട് ഗില്ല് ഞങ്ങളുടെ ഹൃദയത്തിൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം എന്ന് സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് നല്ല മനസ്സുള്ള സ്നേഹം പങ്കുവെക്കുന്ന വിശ്വാസികളാണോ നമ്മൾ എങ്കിൽ നമ്മളെക്കുറിച്ചാണ് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മസലുൽ മുഅ്മിനീൻ ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദ്. ഒറ്റ ശരീരം പോലെയാണ് അവർ. സ്നേഹത്തിന്റെ കാര്യത്തിൽ, കാരുണ്യത്തിന്റെ വിഷയത്തിൽ, അടുപ്പത്തിന്റെ കാര്യത്തിൽ മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ശരീരം പോലെയാണ്. ഇദസ്തകാ മിൻഹു ഉളുവുൻ തദഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. അവയവത്തിന് എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ശരീരം മുഴുവൻ ഉറക്കമിളച്ചുകൊണ്ട് പനിച്ചുകൊണ്ട് അതിൽ പങ്കുചേരുന്നത് പോലെ ഒരു വിശ്വാസിയുടെ പ്രയാസത്തിൽ പ്രയാസപ്പെടാൻ, ഒരു വിശ്വാസിയുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ അങ്ങനെ ഒരൊറ്റ ശരീരം പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ലാ യുബല്ലിഗ്നി അഹദും മിൻ അസ്ഹാബി അൻ അഹദിൻ ഷൈഅൻ ഫഇന്നി ഉഹിബ്ബു അൻ അഖ്റുജ ഇലൈക്കും വഅന സലീമുസ് സദ്ർ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ സഹാബികളിൽ ഒരാളെക്കുറിച്ചും മനസ്സിൽ വെറുപ്പുളവാക്കുന്ന ഒന്നും എന്നിലേക്ക് നിങ്ങൾ എത്തിക്കരുത്. കാരണം ഞാൻ ഖൽബും സലീമുമായി സുരക്ഷിതമായ ഹൃദയവുമായി നിങ്ങളെ കണ്ടുമുട്ടാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ദുആ അധികരിപ്പിക്കുക. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. ഹൃദയം സുരക്ഷിതമാകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ധാരാളം ദുആകൾ നമുക്ക് കാണാം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വമൻ സക്കാഹാ വവലിയുഹാ അൻത മൗലാഹാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. അല്ലാഹുവേ, ഉപകാരമില്ലാത്ത ജ്ഞാനത്തിൽ നിന്ന്, ഖുശൂഇല്ലാത്ത ഹൃദയത്തിൽ നിന്ന്, ആർത്തി തീരാത്ത മനസ്സിൽ നിന്ന്, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. ഇത്തരത്തിൽ ഖൽബുൻ സലീമാകാൻ, നമ്മുടെ ഹൃദയത്തെ സുരക്ഷിതമാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ധാരാളം ദുആകൾ നമുക്ക് കാണാം. അല്ലാഹുമ്മ ഇജ്അൽ ഫീ ഖൽബി നൂറ. അല്ലാഹുവേ, എന്റെ ഹൃദയത്തിൽ പ്രകാശത്തെ നീ നിശ്ചയിക്കണേ. ഇങ്ങനെ തുടങ്ങിയ പ്രാർത്ഥനകൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം
എപ്പോഴും നമ്മൾ മറ്റൊരു വിശ്വാസിയെ സംബന്ധിച്ച് സൽബിഷാർ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് മുനാഫിക്കുകൾ പ്രചരിപ്പിക്കുകയും ആഘോഷിക്കുകയും ജൂത വിഭാഗം അത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്ത ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചുള്ള അപവാദ പ്രചരണം, അത് വഹി ഇറങ്ങിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിന്റെ മുമ്പുള്ള അവസ്ഥ വളരെ വേദനാജനകമാണ്. കരച്ചിലും പ്രയാസങ്ങളുമായി കഴിഞ്ഞ ആ ഒരു സമയത്ത് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഭാര്യ ഉമ്മു അയ്യൂബ് അബൂ അയ്യൂബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ആയത്ത് അവതരിക്കും മുമ്പേ ഉമ്മു അയ്യൂബ് അബൂ അയ്യൂബിനോട് ചോദിക്കുകയാണ്, യാ അബാ അയ്യൂബ് അലാ തസ്മഉ മാ യഖൂലു നാസു ഫി ആയിഷ, ആയിഷയുടെ വിഷയത്തിൽ ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഖാല ബല, അതെ. അബൂ അയ്യൂബ് പറയണം, അതെ ഞാൻ കേട്ടു, അത് മഹാകള്ളമാണ്. എന്നിട്ട് ഉമ്മു അയ്യൂബിനോട് ചോദിക്കണം, അകുന്തി ഉമ്മു അയ്യൂബ് ഫാഇല ദാലിക, ഉമ്മു അയ്യൂബ് നിങ്ങളാണ് ആ സ്ഥാനത്തായിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ലാ വല്ലാഹ് മാ കുന്തു അഫ്അലു, ഒരിക്കലും ഞാൻ അത് ചെയ്യുകയില്ല എന്നതാണ് നിങ്ങളുടെ മറുപടി എങ്കിൽ ഫആയിഷ ഖൈറും മിൻകി, നിങ്ങൾ മനസ്സിലാക്കണം, ആയിഷ നിങ്ങളെക്കാൾ ഉത്തമരാണ്. ഉമ്മു അയ്യൂബിനോട് ഭർത്താവ് അബൂ അയ്യൂബ് പറയുകയാണ്, എങ്കിൽ ഫആയിഷ ഖൈറും മിൻകി, ആയിഷ നിങ്ങളെക്കാൾ ഉത്തമരാണ്. വിശ്വാസികളെ സംബന്ധിച്ച് എന്ത് തരക്കുള്ള വാർത്തകൾ നമ്മൾ കേട്ടാലും ഒരു വിശ്വാസി എങ്ങനെ വിശ്വസിക്കണം? ലൗലാ ഇദ് സമിഅ്തുമു ളന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറ വഖാലു ഹാദാ ഇഫ്കും മുബീൻ. സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ ഖൈർ വിചാരിച്ചില്ല എന്നതാണ്. അതായിരിക്കണം മറ്റു വിശ്വാസികളെ സംബന്ധിച്ച് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട സമീപനം. മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഇദാ ബലഗക അൻ അഖീക ശൈഉൻ, എന്തെങ്കിലും നിന്റെ സഹോദരനെ കുറിച്ച് നിന്നിലേക്ക് ഒരു വാർത്ത എത്തിക്കഴിഞ്ഞാൽ നീ എന്താ ചെയ്യേണ്ടത്? ഫൽതമിസ് ലഹു ഉദ്റ, അതിന് വല്ല ഉദുറും നീ അന്വേഷിക്കണം. ഫഇല്ലം തജിദ് ലഹു ഉദ്റ, ഒരു ഉദുറും നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഫഖുൽ ലഅല്ല ലഹു ഉദ്റ, നീ പറയേണ്ടത് വല്ല ഉദുറും ഉണ്ടായിരിക്കും, അതൊന്നും ആവില്ല, മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകും എന്ന നിലക്കാണ്. അതല്ലാതെ അതപ്പടി വിശ്വസിക്കുകയല്ല വേണ്ടത് എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ രൂപത്തിൽ അബൂദർദാ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ റദ്ദ അൻ ഇർലി അഖി റദ്ദല്ലാഹു അൻ വജ്ഹിഹി അന്നാറ യൗമൽ ഖിയാമ, ആ രൂപത്തിൽ തന്റെ സഹോദരന്റെ അപച്ചു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ മുഖത്തു നിന്ന് നരകത്തെ തടുക്കുമെന്ന് ആ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വിശ്വാസികൾക്കിടയിൽ പരസ്പരം സ്നേഹവും ബന്ധവും ഐക്യവും ഊട്ടിയുറപ്പിക്കുകയാണ് വേണ്ടത്. ആ നിലക്കുള്ള കാഴ്ചപ്പാടുകളാണ് പരസ്പരം വേണ്ടത്. പരസ്പരം സ്നേഹിക്കാൻ, സ്നേഹമുണ്ടാകാൻ, ഐക്യമുണ്ടാകാൻ എന്തു ചെയ്യണമെന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾക്ക് ഈമാനില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുക സാധ്യമല്ല. വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബു, പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾക്ക് മുഅ്മിനാകാനും കഴിയുകയില്ല. അവല അദുല്ലുകും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കാനുള്ള വഴി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് പ്രവാചകൻ അവിടെ പരസ്പരം സ്നേഹമുണ്ടാകാൻ നിർദ്ദേശിച്ച വഴി അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം നിങ്ങൾ വ്യാപിപ്പിക്കണമെന്നതാണ്. പറയുന്നതിലൂടെ ഐക്യവും സ്നേഹവും ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ആ നിലക്ക് ഖൽബും സലീം, നമ്മുടെ ഖൽബിനെ സലീമായ ഖൽബാക്കി മാറ്റിയെടുക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. ലോകത്ത് വിശ്വാസികളും
അവിശ്വാസികളും ഉണ്ടായത്. വിശ്വാസികളും കേൾക്കാത്തവരെല്ലാം അവിശ്വാസികളുമായി തീർന്നതല്ല, മറിച്ച് ഖൽബിന് വെളിച്ചം കിട്ടിയവർ വിശ്വാസികളായി, കേട്ടിട്ടും സ്വീകരിക്കാനുള്ള മനസ്ഥിതിയില്ലാതെ പിന്തിരിഞ്ഞവരൊക്കെ അവിശ്വാസികളായി മാറി. വിശുദ്ധ ഖുർആൻ കേട്ടിട്ട് അത് ഉൾക്കൊണ്ടവരെയും അത് കേട്ടിട്ട് ഉൾക്കൊള്ളാത്തവരെയും വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെക്കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയം നെടുങ്ങിപ്പോകുന്നവരാണ്. ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. ആയത്ത് പാരായണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈമാൻ ഇന്നമൽ മുഅ്മിനൂൻ, ഇവർ മാത്രമാണ് മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ അവരല്ലാത്തവർ മുഅ്മിനുകളല്ല എന്നല്ലേ? ഏതായത്ത് കേട്ടിട്ടാണ് നമുക്ക് ഈമാൻ കൂടിയത്? കൂടിയിട്ടില്ലേ? പേടിക്കണം. നിഫാഖിന്റെ അടയാളമാണ്. മുനാഫിക്കുകൾ ചോദിച്ചിട്ടുണ്ട്, വഇദാ മാ ഉൻസിലത് സൂറ ഫമിൻഹും മൻ യഖൂൽ അയ്യുക്കും സാദതുഹു ഹാദിഹി ഈമാന. ആർക്കാ ഈമാൻ കൂടിയത്? ഈ സൂറത്ത് അവതരിക്കപ്പെട്ടിട്ട് ആർക്കാ ഈമാൻ കൂടിയത് എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. ഫഅമ്മല്ലദീന ആമനൂ ഫസാദതുഹും ഈമാനൻ വഹും യസ്തബ്ശിറൂൻ. ഈമാനുള്ളവർക്ക്, മുഅ്മിനുകൾക്ക് ഈമാൻ കൂടിയിട്ടുണ്ട്. വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറൽ, ഹൃദയത്തിൽ രോഗമുള്ളവർക്ക് ഫസാദതുഹും റിജ്സൻ ഇലാ റിജ്സിഹിം, മ്ലേച്ഛതക്കുമേൽ മ്ലേച്ഛത വർദ്ധിച്ച് വമാതു വഹും കാഫിറൂൻ, കാഫിറുകളായി മരിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നതാണ്. അതുകൊണ്ട് ആയരെ പരിചയപ്പെടുത്തിയത് വഇദാ തുത്ല അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറൻ കഅല്ലം യസ്മഉഹാ കഅന്ന ഫീ ഉദുനൈഹി വഖറ. ആയത്ത് പാരായണം ചെയ്യപ്പെട്ടു, പക്ഷേ കേൾക്കാത്തതുപോലെ അഹങ്കാരം നടിച്ചു നടക്കുന്ന ആളുകളെ കുറിച്ചും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവരോട് ചോദിച്ചത് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, ഹൃദയത്തിന് പൂട്ടിട്ടിരിക്കുകയാണോ? ഹൃദയത്തെ വിശേഷിപ്പിച്ചത് അവിടെ സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ, വലിയ പാറക്കല്ല് പോലെ കടുത്ത ഹൃദയം. അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. കാരണം പാറകളുടെ വ്യത്യസ്ത വിശേഷണങ്ങൾ അവിടെ വിശദീകരിക്കുന്നു. വഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാ. പാറ പൊട്ടിപ്പിളർന്ന് വെള്ളം വരുന്നവയുണ്ട്, അരുവി വരുന്നവയുണ്ട്. അല്ലാഹുവിനെ പേടിച്ചു വീഴ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ പേടിച്ചു വീഴുന്ന പാറകളുണ്ട്. അതുകൊണ്ട് പാറയെപ്പോലെ ഉറച്ചത് എന്നും പറയാൻ പറ്റില്ല. അതിനപ്പുറം കടുത്ത ഹൃദയത്തിനുടമകളായി മാറി. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, ഹൃദയത്തിന് മുദ്ര വീണ, സീല് വീണ ചില ഹൃദയങ്ങളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി, ഒരാളുടെയും അവരുടെ ഹൃദയത്തിനിടയിലും ആ മറ വീഴുന്നത് നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ അറിയണേ എന്ന താക്കീത് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് ദീൻ ഉൾക്കൊള്ളാനുള്ള വിശാലത നമ്മുടെ ഹൃദയത്തിനുണ്ടാകണം. അതിന്റെ അടയാളങ്ങൾ മൂന്നെണ്ണാണ്. ഒന്ന് അൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, സ്വർഗത്തിലേക്കുള്ള മടക്കം, പരലോകത്തേക്കുള്ള മടക്കം ഹൃദയത്തിനുണ്ടാകുക. അതുപോലെ അത്തജാഫ അൻ ദാരിൽ ഗുറൂർ, വഞ്ചനയുടെ ഭവനമായ ദുനിയാവിൽ നിന്ന് അകന്ന് ആഖിറത്തിലേക്കുള്ള മടക്കത്തിന് തയ്യാറാവുക. മൂന്നാമത്തെ ഖബ്ലൽ മൗത്ത്, മരണത്തിന് മുമ്പ് മരണത്തിനു വേണ്ടി ഒരുങ്ങുക, തയ്യാറെടുക്കുക എന്ന മൂന്ന് വിശേഷണങ്ങൾ ഉള്ള ഹൃദയത്തിനുടമകളായ ആളുകൾ അവർക്കാണ് ഖൽബും സലീമായ ഖൽബിനെ വാർത്തെടുക്കാൻ സാധിക്കുക എന്ന് ഹദീസുകളിലെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഹൃദയത്തിനുടമകളാകാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നിലക്കുമുള്ള ഹൃദയത്തെ ബാധിക്കുന്ന മുഴുവൻ കറകളിൽ നിന്നും അല്ലാഹു നമ്മുടെ ഹൃദയത്തെ സുരക്ഷിതമാക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷ ലഭിച്ച് സ്വർഗീയാരാമത്തിലേക്ക് കുടുംബസമേതം കടന്നു ചൊല്ലുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരീ സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.
اللهم اغفر للمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويقضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله.